എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചിക്കൻ മന്തിൻ്റെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കനും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിക്ക് ഉള്ള മസാല ഒന്ന് ആദ്യം പിടിപ്പിച്ച് വെക്കുകയാണ്. കുറച്ച് വലിയ ജീരകവും ഗരം മസാലയും കുരുമുളക് പൊടിയും കളറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് ഇത്. പിന്നെ മാഗി ക്യൂബും മസാല പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു ചിക്കനാണ്. അപ്പോൾ കളറൊക്കെ തേച്ചിട്ട് നല്ലൊന്ന് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിക്ക് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് എടുത്ത് വെക്കാം. അടുപ്പത്ത് ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ് അതും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. അരി വെള്ളത്തിലിട്ട് കുതിർത്തിരുന്നു. വെള്ളം തിളക്കുമ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂറോളം കുതിർത്തിയ ബസുമതി അരിയാണ്. അതിക്ക് ഒരു ഉണക്കനാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി വെന്ത് ചോറ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി അടുത്തത് ചിക്കനൊന്ന് നമുക്ക് ചമ്പട്ടിയിൽ ഒന്ന് നിരത്തി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് പുറം മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ പുറം മറിച്ചിടുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ക്യാപ്സിക്കം കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് ക്യാപ്സിക്കം കൂടി അതിൻ്റെ അടിയിൽ കരിഞ്ഞ് പോകണ്ട വെച്ചിട്ടാണ് കേട്ടോ. ഇത് മറിച്ചിടുമ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ വേവലുമായി അധികം കരിഞ്ഞ് പോവില്ലല്ലോ. അപ്പോൾ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി പൊരിച്ചെടുക്കുകയാണ്. ചിക്കനൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റി വെച്ച ചോറിന്ന് ഇതിൻ്റെ മേലെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാണ്ട്. ഇനി ഇത് ചോറിട്ടതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് കളറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയില കനലും കൂടി വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കണത് കേട്ടോ. മല്ലിയില വേണമെങ്കിൽ ഇട്ടാൽ മതി, എന്നാലും ഉണ്ടായപ്പോൾ ഇട്ടെന്നുള്ളൂ. അങ്ങനെ കുറച്ച് കനൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെച്ച്. അപ്പോൾ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.